ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കാരണം എൻ്റെ അമ്മ മാതാവ് മാത്രമാണ്. കാര്യം എൻ്റെ പേര് ശരത്ലാൽ. ഞാൻ കായംകുളം പുതുപ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ 5 വർഷക്കാലമായി ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് 2023 ഞാൻ വന്ന് ലാസ്റ്റ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് ITI കഴിഞ്ഞു. അതിനുശേഷം ഗവൺമെൻറ് ജോലി, അതായത് ആർമി ഫോഴ്സുകളിലേക്ക് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിനിങ് ചെയ്തു. അതിൽ എല്ലാ ഭാഗങ്ങളിലും ഞാൻ പാസ്സായി. പക്ഷേ അതിൽ എന്നെ വീഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. ഒരുപാട് ഘട്ടങ്ങളിൽ ഞാൻ വീണു പോവുകയാണ് ചെയ്തത്. അവസാന പ്രതീക്ഷയായി എനിക്ക് ഒന്നുമില്ല, ഞാനിനി മുന്നോട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. 2024 മെയ് മാസം 12-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നതിൻ്റെ അന്ന് തന്നെ എനിക്കതിൻ്റെ ഒരു വൈബ്രേഷൻ എൻ്റെ ശരീരത്തിലുണ്ടായി. അതിൽ കൃത്യം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചിറങ്ങാൻ നേരം തിരുവചനം, അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് തിരുവചനം എടുത്ത് വായിച്ചു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ സ്പർശിച്ച് നിർത്തിയത്. ഏഷ്യ 49:15. മുല കുടിക്കാൻ കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മയ്ക്ക് പുത്രനെ മറക്കാനാകുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനം, ആ വചനത്തിൻ്റെ ബലത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ എൻ്റെ 2024 ഫിസിക്കൽ ടെസ്റ്റ് എക്സാമിനേഷനിൽ പോയി. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് സഹനങ്ങളുണ്ടായി. അമ്മ എന്നെ പിടിച്ചു നിർത്തി എല്ലായിടത്തും. എനിക്ക് ആ അത്ഭുതകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫിസിക്കലിന് ചെന്ന് ആദ്യമായിട്ട് എനിക്ക് റീമെഡിക്കൽ അടിച്ചു. ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞായറാഴ്ചയാണ്, അച്ഛനെ കാണാൻ പറ്റില്ല, അച്ഛനില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ വരെ വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് ഒന്ന് കയറി കാണാം, ചോദിക്കാം. ഞാൻ അകത്ത് കയറി ചോദിച്ചപ്പോൾ വേറൊരു അച്ഛൻ വരും, നിന്നെ ബ്ലെസ് ചെയ്ത് മേടിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അച്ഛൻ വന്നു, എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം. അതെൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ സ്പർശിച്ചു. ഞാൻ അവിടെ പോയി മെഡിക്കലിന് പോയപ്പോൾ അവിടെ ഭയങ്കര ടർഫായിരുന്നു. എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് വാശിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കൽ, നമ്മളെ അലട്ടുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ഞാൻ അവിടെ നിന്ന് അമ്മേ, ഞാൻ ഒരൊറ്റ വചനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്.